വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ FAR ഫിൽറ്ററിൻ്റെ ഡിസൈനാണ് കണ്ടുകൊണ്ടിരുന്നത്. FAR ഫിൽറ്റർ ഡിസൈനും അതുപോലെ വിൻഡോ മെത്തേഡ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതിൻ്റെയും ഇൻട്രൊഡക്ഷൻ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ കണ്ടു. അതുപോലെ ഒരു ബേസിക് FAR ഫിൽറ്റർ ഡിസൈനിൻ്റെ ഒരു പ്രോബ്ലം കണ്ടു. സോ ഇനി നമ്മൾ ആ വിൻഡോ മെത്തേഡിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. സോ നമ്മൾ വിൻഡോ മെത്തേഡ് യൂസ് ചെയ്ത് FAR ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം നമ്മളൊന്ന് പറയുന്നത്. സോ ഫസ്റ്റ്, പ്ലോട്ട് ദ ഡിസൈർഡ് ഫ്രീക്വൻസി റെസ്പോൺസ് HD of e raised to j omega. സോ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഈ ഒരു HD of e raised to j omega എക്സ്പ്രഷൻ തരും. അതിൽ നിന്ന് നമ്മളതൊന്ന് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യണം. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? HD of n എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഇമ്പൾസ് റെസ്പോൺസിന് പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ആക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എത്ര സാമ്പിൾസിലാണ്, ദാറ്റ് ഇസ് N is equal to ക്യാപിറ്റൽ N is equal to എത്രയാണെന്നുള്ളത് തരും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള സിഗ്നലിൻ്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് നമ്മൾ ഫോർ N സാമ്പിൾസ്, നമുക്ക് ഈ N എത്രയാണോ തന്നിട്ടുള്ളത് അത്രയും സാമ്പിൾസുകളിനെ നമ്മൾ വാല്യൂ കാണുക. ഈ കിട്ടിയിരിക്കുന്ന കണ്ടിന്യൂസിനെ ഡിസ്ക്രീറ്റ് ആക്കി മാറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോട് ഏത് വിൻഡോ സീക്വൻസ് ആണോ പറഞ്ഞിട്ടുള്ളത്, സോ ആ വിൻഡോ സീക്വൻസിൻ്റെ കോഎഫിഷ്യൻസുമായിട്ട് എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ എക്സ്പ്രഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ വരുന്നത് വിത്ത് ദ കോഎഫിഷ്യൻസ് ഓഫ് വിൻഡോ സീക്വൻസ്. പിന്നെ ലാസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ H of n-ൻ്റെ Z ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. സോ ആ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഓക്കെ, സോ ഇതാണ് നമുക്കൊരു വിൻഡോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് FAR ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ബേസിക് സ്റ്റെപ്സുകൾ. നിങ്ങൾക്ക് ഏതൊരു വിൻഡോ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുക. സോ ഓൺലി ദ ഡിഫറൻസ് ഈസ് ദ വിൻഡോ സീക്വൻസ്. ഈ W of n എന്ന് പറയുന്ന വാല്യൂ, അതായത് ആ കോയിഫിഷ്യൻസ് മാത്രം മാറും. നമുക്ക് ഏത് വിൻഡോ സീക്വൻസ് ആണോ പറഞ്ഞിട്ടുള്ളത് ആ വിൻഡോ സീക്വൻസിൻ്റെ കോയിഫിഷ്യൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ട് ഓരോ വിൻഡോയുടെയും കോയിഫിഷ്യൻസ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിസൈൻ എ ലീനിയർ ഫേസ് FAR ലോ പാസ് ഫിൽട്ടർ വിത്ത് റെക്ടാങ്കുലർ വിൻഡോ ബൈ ടേക്കിംഗ് 7 സാമ്പിൾസ്, അതായത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 7 ആണ്, ഓഫ് വിൻഡോ സീക്വൻസ് ആൻഡ് വിത്ത് എ കട്ട് ഓഫ് ഫ്രീക്വൻസി omega c is equal to 0.2 pi radians per second. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സെയിം ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അതായത് ലൈക്ക് ദിസ്: ഡിസൈൻ എ ലീനിയർ FAR ലോ പാസ് ഫിൽട്ടർ വിത്ത് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതുപോലെ നമുക്കൊരു എക്സ്പ്രഷനും തരാം. ഓക്കെ, സോ ഈ എക്സ്പ്രഷനിൽ പറയുന്നുണ്ട് ഈ omega cയുടെ വാല്യൂ നമുക്ക് തരുന്നുണ്ട്. ഇവിടെ ഒരു omega c ഉണ്ട്, അത് വിട്ടുപോയതാണ്. വേർ omega c ഈസ് 0.2 pi and capital N is equal to 7. ഈ രണ്ട് രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. സൊല്യൂഷൻ കാണുന്നതിനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുക? തന്നിരിക്കുന്ന ഈ റെസ്പോൺസ് ഒന്ന് വരച്ച് നോക്കുക. സോ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് കട്ട് ഓഫ് ഫ്രീക്വൻസി -omega c to omega c ആണ് വരുന്നത്. omega c എന്ന് പറയുന്നത് 0.2 pi ആണ്. സോ -0.2 pi to +0.2 pi നമുക്ക് എത്രയാണ്? 1 ആണ് കിട്ടുന്നത്. ഓക്കെ, ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ നമ്മളവിടെ ഐഡിയലി 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. സോ ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടിയിട്ടുള്ള ഇതിനെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണുന്നതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. അതിൽ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗീവ് HD of e raised to j omega as 1. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എടുക്കുക. സോ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? e raised to j omega n ചെയ്ത് കഴിയുമ്പോൾ e raised to j omega n ഡിവൈഡഡ് ബൈ jn ആണ് വരിക. അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് എക്സ്പ്രഷൻ കിട്ടുക. സോ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്ത് ഫോമിലാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സൈൻ തീറ്റ, അല്ലേ? ഓയിലേഴ്സ് ഇക്വേഷൻ e raised to j theta minus e raised to minus j theta ഡിവൈഡഡ് ബൈ 2j. സോ ഈ 2j നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സെയിം എക്സ്പ്രഷനാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 pi jn into 2j sin തീറ്റയ്ക്ക് പകരം 0.2 pi n എന്ന് എഴുതാം, അല്ലേ? സോ ഇതിൽ ഈ 2ഉം ജെയും ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ആൻസർ എന്ത് കിട്ടും? സൈൻ 0.2 pi n ഡിവൈഡഡ് ബൈ n pi എന്ന് കിട്ടും. ഓക്കെ,
സോ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എച്ച് ഡി ഓഫ് എൻ എന്ന് പറയുന്നത്. സോ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, നമ്മളതിനെ ഡിസ്ക്രീറ്റ് ആക്കണം. സോ നമ്മൾ ആ തന്നിരിക്കുന്ന n സാമ്പിൾസ്, ദാറ്റ് ഈസ് 7 സാമ്പിൾസ് ആണ്, അതായിട്ട് നമ്മളതിനെ ഡിസ്ക്രീറ്റ് ആക്കുക. ഒന്നുമില്ല, ഈ സാധനത്തിൽ എന്നിൻ്റെ വാല്യൂ നമ്മൾ ജസ്റ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. സോ ഇവിടെ തന്നിട്ടുള്ള റെസ്പോൺസിൽ ഇറ്റ്സ് എ സിമെട്രിക്കൽ സിഗ്നൽ. ഓക്കെ, സോ സെൻറ്റർ 0 മിഡിൽ വാല്യൂ ആയിട്ടുള്ള ഒരു സിമെട്രിക്കൽ സിഗ്നലാണ്. സോ ഇതിനകത്ത് നമ്മൾ 7 സാമ്പിൾസ് എടുക്കുമ്പോൾ -3 to 3 ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മളതിനെ ഡിസ്ക്രീറ്റ് ആക്കിയിട്ടുള്ള എക്സ്പ്രഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, ഈ എന്നിൻ്റെ വാല്യൂസ്, ഈ സാമ്പിൾസുകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ള സിഗ്നൽ ഒരു സിമെട്രിക്കൽ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ -3 to 3 കാണേണ്ട ആവശ്യമില്ല, ഈ 0 to 3 കണ്ടാൽ മതി. അതേ വാല്യൂ തന്നെയാണ് നമുക്ക് നെഗറ്റീവ് സൈഡിലും കിട്ടുക അല്ലേ. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാണ്, 0 to 3 കൊടുക്കുകയാണ്. പക്ഷേ ഈ ഒരു സിഗ്നലിൽ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞ ഒരു ടേം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം ഇൻഫിനിറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ അതിന് പകരം നമ്മൾ n=0ക്ക് മാത്രം എന്ത് ചെയ്യാം, നമുക്കവിടെ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് n tends to 0. ഫോർ n=0 എന്ത് ചെയ്യാം, ലിമിറ്റ് n tends to 0 ദെൻ sin 0.2π n ഡിവൈഡഡ് ബൈ n π എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ലിമിറ്റ് n tends to 0 sin n by n ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ 0.2π n by n π ആണ് വരുന്നത്. ഒരു 0.2ൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 0.2ഉം മൾട്ടിപ്ലൈഡ് ബൈ 0.2ഉം നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ ഇത്രയും ടേം എന്തായി, അത് 1 ആയിപ്പോൾ അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം, 1 into 0.2 നമുക്ക് എഴുതാം. സോ നമുക്ക് ലാസ്റ്റ് വാല്യൂ എന്ത് വരും, 0.2 ആണ് കിട്ടുക. സോ n=0 നമുക്ക് എന്ത് കിട്ടും, 0.2 വരും. ഇനി നമുക്ക് 1 to 3 വരെയുള്ളത് നമുക്ക് നോർമൽ മെത്തേഡിൽ തന്നെ കാണാം. സോ ഫോർ n=1 നമുക്ക് എന്ത് വരും, എച്ച് ഡി ഓഫ് 1 ഇവിടെ n-ന് നമ്മൾ 1 കൊടുക്കുന്നു. സോ ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.187 ആണ് കിട്ടുക. എച്ച് ഡി ഓഫ് 1 ആണ് നമുക്ക് 0.187 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സിമെട്രിക്കൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു എച്ച് ഡി ഓഫ് -n. ഇതേപോലെ തന്നെ n=2 നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, 0.151 ആണ് വരിക. ഇതിൽ n-ലൊക്കെ 2 കൊടുത്താൽ മതി. സോ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഇതാണ് ആൻസർ കിട്ടുക. ഇത് സോ സിമെട്രി ആയതുകൊണ്ട് തന്നെ എച്ച് ഡി ഓഫ് 2 ഈസ് ഈക്വൽ ടു എച്ച് ഡി ഓഫ് -2 ആൻഡ് സിമിലർലി ഫോർ n=3. സോ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ തന്നിരിക്കുന്ന സിഗ്നലിനെ നമ്മൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക, അതായത് തന്നിട്ടുള്ള ഈ സീക്വൻസിന് നമ്മൾ വിൻഡോ സീക്വൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ റെക്റ്റാങ്കുലർ വിൻഡോ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ റെക്റ്റാങ്കുലർ വിൻഡോയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് അല്ലേ. നമ്മളതിനെ WR of n എന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിന് വാല്യൂ. ദാറ്റ് ഈസ് ഓൾവേസ് 1 ആണ് നമ്മളുടെ ആ സാമ്പിൾസിനകത്ത് വരിക. സിമെട്രിക്കൽ സിഗ്നലും ആണ്. സോ ആ ഒരു സിമെട്രി കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, h of n = h of -n. നമ്മൾ നേരത്തെ കണ്ട അത് തന്നെ. സോ നമ്മുടെ റെക്റ്റാങ്കുലർ വിൻഡോ സീക്വൻസിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും നമുക്ക് വരിക. ദാറ്റ് ഈസ് -3 to 3 നമ്മൾ കാണേണ്ട ആവശ്യമില്ല, 0 to 3 കണ്ടാൽ മതി. സെയിം തന്നെയാണ് നമുക്ക് അപ്പുറത്തും വരുന്നത്. സോ നമ്മളുടെ വിൻഡോ സീക്വൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് എച്ച് ഡി ഓഫ് എൻ അല്ലേ. സോ ആദ്യം നമുക്ക് n=0, h of 0 is equal to എച്ച് ഡി ഓഫ് 0 ഇൻറ്റു വിൻഡോ സീക്വൻസ് WR of 0. ഇതിൽ എച്ച് ഡി ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 0.2 ആണ്. WR of 0 ആണെങ്കിലും 1 ആണെങ്കിലും എല്ലാം നമുക്ക് 1 ആണ് വരുന്നത് അല്ലേ. സോ 0.2 into 1 ദാറ്റ് ഈസ് 0.2 ആണ് നമുക്ക് h of 0 കിട്ടുക. അതുപോലെ h of 1-നോ h of 1 is equal to hd of 1 into WR of 1. WR of 1 എന്ന് പറയുന്നത് 1 ആണ്. വാട്ട് ഈസ് hd of 1, ദാറ്റ് ഈസ് 0.187. സോ നമുക്ക് 0.187 കിട്ടും. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഓൾസോ സേ ദാറ്റ് h of -1 ഈസ് ഓൾസോ സെയിം അല്ലേ. ആൻഡ് n is equal to 2 ആണെങ്കിൽ hd of 2 into WR of 2. hd of 2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എന്താണ്, 0.151 ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു h of -2. and n is equal to 3.1009. that is also equal to h of -3. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഡിസ്ക്രീറ്റ് വാല്യൂസ്. സോ h of n എന്ന് പറയുന്ന വാല്യൂ എന്താണ്, നമ്മൾ വിൻഡോ സീക്വൻസുമായിട്ട് hd of n മൾട്ടിപ്ലൈ ചെയ്തപ്പം h of n സീക്വൻസ് കിട്ടി. സോ h of n നമുക്ക് എങ്ങനെ എഴുതാം, ഈ രീതിയിൽ എഴുതാം. ദിസ് ഈസ് h of -3, -2, -1,
0 1 2 3. ഓക്കെ, ഈ വാല്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്, ഈ വാല്യൂ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ദിസ് ഈസ് സെയിം ഹിയർ, ദിസ് ഈസ് 0, h of 0, h of n നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ h of n എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? z ട്രാൻസ്ഫോം ചെയ്യണം, എന്നാലേ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുള്ളൂ. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് z ട്രാൻസ്ഫോം ചെയ്യണം. z ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാം. n is equal to minus n minus 1/2 to n minus 1/2 h of n ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഇൻറ്റു z raised to minus n. സോ ഇതിൽ എന്നിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്കറിയാം. സോ നമ്മളുടെ ലിമിറ്റ് എങ്ങനെ മാറും? -3 to 3 h of n into z raised to minus. ഇതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്, നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും? ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ h of -3 ഞാൻ ഈ കളറൈസ് ചെയ്തിരിക്കുന്നതൊക്കെ സെയിം വാല്യൂസ് ആയതുകൊണ്ടാണ്. ഈ വാല്യൂസിനകത്ത് നിന്ന് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ളത് എടുക്കാം. സോ h of 0 മാത്രമാണ് നമുക്ക് സിംഗിൾ ആയിട്ട് വരുന്നത്, അത് നമ്മൾ ആദ്യം എടുക്കുന്നു. പിന്നെ n is equal to 1 to 3 കൊടുക്കുകയാണ്. അതിൽ h of n കോമൺ ആയിട്ടുള്ളതെല്ലാം കോമൺ എടുക്കുന്നു, ബാക്കിയുള്ള z raised to n-ഉം z raised to -n-ഉം ഇങ്ങനെ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമുക്കവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ n is equal to 1 to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതിനകത്ത് ദിസ് ഈസ് h of 0, h of 1, h of 2 ആൻഡ് h of 3 നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഈ വാല്യൂസ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത്? h of z. പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്ക് എന്താണ് ഇതിനെ കോസലാക്കാൻ വേണ്ടി ഓർമ്മയില്ലേ, നമ്മളൊരു ഷിഫ്റ്റിങ് കൊടുക്കാനുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഷിഫ്റ്റിങ് കൊണ്ടുവരാണ്. സോ ഇതിനെ h dash of z എന്ന് കൊടുക്കുകയാണ്. z raised to minus n minus 1/2 into h of z ആണ്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? z raised to -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് ഈ കിട്ടിയിട്ടുള്ള സാധനത്തിന്. സോ z raised to 3 നമ്മൾ ഈ h of z-ൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സീക്വൻസ് എന്ത് കിട്ടും? ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ z raised to -3 ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ 0.2 into z raised to -3 ആണ്, അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ z raised to -3 into z raised to +1 ആണ്. സോ z raised to -2 ആണ്, 0.187 into z raised to -2, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സെക്കൻഡ് ടേം ആണെങ്കിൽ z raised to -4 ആണ് വരിക, ദാറ്റ് ഈസ് കംസ് ഹിയർ. ഇതേപോലെ ഓരോ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക, ദാറ്റ് ഈസ് 0 1 2 3 4 5 6 ടോട്ടൽ 7 സാമ്പിൾസ്. ഇതിലുള്ള ഈ വാല്യൂസ് ആണ് നമ്മുടെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ദിറ്റ് ഈസ് h of 0, h of 1, h of 2, h of 3, 4 5 6. സോ ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് എഴുതാം. h of 0 is equal to h of 6 ആണ്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. h of 1 is equal to h of 5 ഉണ്ട്. അതുപോലെ h of 2 is equal to h of 4, ഇതും സെയിം ആണ്. ആൻഡ് ഫൈനലി h of 3 is equal to 0.2. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. ദീസ് ആർ ദ കോഎഫിഷ്യൻസ്. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു FAR ഫിൽട്ടർ റെക്റ്റാങ്കുലർ വിൻഡോ യൂസ് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.